കൊമേഴ്സിനകത്ത് വരുന്ന ഏരിയകൾ. അതായത് നിങ്ങൾ റെഫർ ചെയ്യുമ്പോൾ ഉള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ അപ്പം വരുന്ന ഇനി വരാൻ പോകുന്ന ക്വസ്റ്റ്യനകത്ത് ഈ ഒരു ഓപ്ഷനെ ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കും വരുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുകൾ കളക്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പാടാണെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. സി സിയിലെ സ്റ്റുഡൻ്റ് ആണോ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുകൾ കൃത്യമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തിയിരിക്കും. ഹായ് ഹലോ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഇറ്റ്സ് മീ വിഷ്ണു അശോക്. ജൂനിയർ അക്കൗണ്ടന്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണോ നിങ്ങൾ? കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ് ഈ ഒരു ജൂനിയർ അക്കൗണ്ടന്റ് എക്സാം എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇന്ന് ഈ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നേക്കുന്നത് നമുക്കൊരു 5 ടിപ്പുകൾ ഈ ഒരു എക്സാമിന് വേണ്ടി ലക്ഷ്യം വെച്ചിരിക്കുന്ന ആളുകൾക്ക് കൃത്യമായി ഈ ഒരു എക്സാം നേടിയെടുക്കാനായിട്ടുള്ള ഒരു 5 ടിപ്പാണ് നമ്മൾ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഇതൊന്നും നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു എക്സാമിന് നല്ല റാങ്ക് നേടാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ? അപ്പം ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു എക്സാമിൻ്റെ സിലബസ് നമുക്കറിയാം. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഈ കഴിഞ്ഞ അസിസ്റ്റൻ്റ് എക്സാമിന് വന്ന സെയിം സിലബസ് തന്നെയാണ് നമുക്ക് ഏതിനും വരുന്നത്, ഈ ഒരു ജൂനിയർ അക്കൗണ്ടന്റ് എക്സാമിനും വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്തോണം? ആ ഒരു സിലബസ് ഡൗൺലോഡ് ചെയ്ത് എടുക്കുക. സിലബസ് ഡൗൺലോഡ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അത് പ്രിൻ്റ് ആക്കി എടുത്തു വെക്കുക. പ്രിൻ്റ് ആയിട്ട് എടുത്തു വെച്ചതിന് ശേഷം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു മൊഡ്യൂൾ എടുക്കുക. ആദ്യത്തെ മൊഡ്യൂൾ ആണെങ്കിൽ ഏത് മൊഡ്യൂളാണോ നിങ്ങൾക്ക് താല്പര്യമുള്ള, നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള മൊഡ്യൂൾ വേണം ആദ്യം നിങ്ങൾ എടുക്കാനായിട്ട്. ചിലരെന്തായിരിക്കും ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആയിരിക്കും ഏറ്റവും ഇഷ്ടം, ചിലർക്ക് എക്കണോമിക്സ് ആയിരിക്കും, ചിലർക്ക് ഇഷ്ടം മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ആയിരിക്കും, ചിലർക്ക് ഇഷ്ടം ബിസിനസ് മാനേജ്മെന്റ് ആയിരിക്കും. വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങളുടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏരിയ ഏതാണോ? ചിലർക്ക് ഇൻകം ടാക്സ് ആണ്. എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഏരിയ ആണ് ഇൻകം ടാക്സ്. അപ്പോൾ അങ്ങനെ പലർക്കും ഇഷ്ടമുള്ള ഏരിയാസ് ഉണ്ട്. അപ്പോൾ ആ ഏരിയ ഏതാണോ അത് തന്നെ നിങ്ങൾ പഠിച്ച് തുടങ്ങാനായിട്ട് എടുക്കുക. ഞാൻ ഒന്നാമത്തെ ടിപ്പ് പറയുകയാണ്, നിങ്ങൾ ഓർത്ത് വെച്ചോണം. നിങ്ങൾ സിലബസ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ സിലബസ് പ്രിൻ്റ് എടുത്ത് വെക്കണം. അല്ലാതെ നിങ്ങളുടെ ഫോണിൽ കിടപ്പുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ലാപ്ടോപ്പിൽ സേവ് ചെയ്തിട്ടുണ്ട്, അതൊന്നുമല്ല. നിങ്ങൾ പ്രിൻ്റ് എടുത്ത് നിങ്ങളുടെ കയ്യിൽ ഒരു കോപ്പി ഉണ്ടായിരിക്കണം. ആ കോപ്പിക്കകത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, നിങ്ങൾക്ക് പഠിച്ചെടുക്കാനായിട്ട്, നിങ്ങൾ ഡിഗ്രിക്കും പി ജിക്കും ഒക്കെ പഠിച്ചതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഏതാണോ ആ സബ്ജക്റ്റിൻ്റെ ഏരിയ എന്ത് ചെയ്യുക? സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഓക്കെ ആണല്ലോ? ഇത് സെലക്ട് ചെയ്ത് വെച്ചാൽ മാത്രം പോരാ, നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു തുടങ്ങുക. ആദ്യത്തെ ദിവസം നമ്മൾ പഠിച്ചു തുടങ്ങാൻ നമുക്കൊരു പ്രാരംഭ ശൂരത്വം ഉണ്ട് അല്ലേ? ആദ്യമേ എല്ലാം അങ്ങ് പഠിച്ചു തീർക്കാം എന്നുള്ളത് ഓർക്കും. അങ്ങനെയല്ല, നിങ്ങൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നിങ്ങൾ എടുത്തു വെച്ചേക്കുന്നത്. ആ ടോപ്പിക്കിലെ ആദ്യത്തെ ഏരിയാസ് എന്ത് ചെയ്യുക? പഠിച്ചു തുടങ്ങുക. ആ ഒരു പഠിച്ചു തുടങ്ങുക. നിങ്ങളൊരു 10 മിനിറ്റ് ആയിക്കോട്ടെ അല്ലെ 15 മിനിറ്റ് ആയിക്കോട്ടെ, അത് മതി. നിങ്ങൾ ആദ്യം തുടങ്ങുകയല്ലേ ഉള്ളൂ. 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് എത്രയാണോ നിങ്ങൾ എടുക്കുന്നത്, ആ ഒരു ടൈം എഫക്റ്റീവ് ആയിരിക്കണം. നിങ്ങൾ പഠിക്കുന്ന ഏരിയ ഏത് ടെക്സ്റ്റിലാണുള്ളത് എന്ന് നോക്കുക. നിങ്ങളുടെ ഡിഗ്രിക്ക് ആയിക്കോട്ടെ പി ജിക്ക് ആയിക്കോട്ടെ, ഏത് ലെവലിൽ ഏതിലാണ് നിങ്ങൾ അത് പഠിച്ചിരിക്കുന്നത്. ഇപ്പം ഡിഗ്രിയിലെ 5ാമത്തെ സെമ്മിലാണ് അല്ലെങ്കിൽ പി ജിയിലെ ഫസ്റ്റ് സെമ്മിലാണ് ഈ ഒരു ടോപ്പിക്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഏരിയ ഉണ്ടെങ്കിൽ ആ 2 ടെക്സ്റ്റും കയ്യിലുണ്ട് എങ്കിൽ അത് എടുത്ത് വെക്കുക. ഇല്ലെങ്കിൽ അതൊന്ന് കളക്ട് ചെയ്യാനായിട്ട് എവിടുന്നാണോ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ റിലേറ്റീവിൻ്റെ കയ്യിൽ നിന്നോ ആ ഒരു ടെക്സ്റ്റ് കളക്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കണം. എന്നിട്ട് എന്ത് ചെയ്യുക? ആ ടെക്സ്റ്റ് വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ആ ഏരിയ ഒന്ന് പഠിക്കുക. ഓക്കെ ആണല്ലോ? രണ്ടാമത്തെ കാര്യം, അപ്പം നിങ്ങൾ എന്ത് ചെയ്തു? ആദ്യത്തെ ഏരിയ സെലക്ട് ചെയ്തു, ആ ഏരിയ എന്ത് ചെയ്യാൻ തുടങ്ങി? പഠിക്കാനായിട്ട് തുടങ്ങി. 20 മിനിറ്റ് അല്ലെ 25 മിനിറ്റ്, സമയത്തിനല്ല പ്രാധാന്യം, എത്ര സമയം പഠിക്കുന്നു എന്നതിലല്ല, ആ പഠിക്കുന്ന സമയം എഫക്റ്റീവ് ആണോ എന്നുള്ള കാര്യമാണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കുകൾ തന്നെ, അതായത് നിങ്ങൾ ആ പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്തുകൊണ്ട് തന്നെ പഠിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അത് നോട്ട് ചെയ്ത് പൊക്കോണം കേട്ടോ. അതായത് നിങ്ങളിപ്പം ആദ്യം, ഞാനിപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ ബിസിനസ് മാനേജ്മെൻറ്റ് ആണ് പഠിക്കാനായിട്ട് തുടങ്ങുന്നത്. ആദ്യം എവല്യൂഷൻസ് ഓഫ് ബിസിനസ് മാനേജ്മെൻറ്റ് ആണ് നിങ്ങൾ പഠിക്കുന്നത്. ബിസിനസ് മാനേജ്മെൻറ്റിൻ്റെ എവല്യൂഷൻസ് ആണ് പഠിക്കുന്നത്. അപ്പോൾ നിങ്ങളിങ്ങനെ ഓരോന്നും പഠിച്ച് പോയി നിങ്ങൾ തുടങ്ങി നിങ്ങൾ എവിടം വരെ എത്തി? കണ്ടിൻജൻസി അപ്രോച്ച് അല്ലെങ്കിൽ സിറ്റുവേഷൻ അപ്രോച്ച് വരെ എത്തി നിൽക്കുകയാണ് ആദ്യത്തെ ദിവസമെങ്കിൽ അത് മുഴുവൻ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ഷോർട്ട് നോട്ടുകൾ എഴുതുക. ഓരോന്നിനും സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിൻ്റെ പിതാവ്, അല്ലെങ്കിൽ മോഡേൺ മാനേജ്മെൻറ്റ് ബ്യൂറോക്രാറ്റിക് തിയറിയുടെ പിതാവ്, അങ്ങനെയുള്ള മെയിൻ പോയിന്റുകളെല്ലാം നോട്ട് ചെയ്ത് നിങ്ങൾ എഴുതി വെച്ച് പോയി. ഇതാണ് നിങ്ങളുടെ ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾ കൃത്യമായിട്ട് ഇങ്ങനെ പോവുക. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഓർത്ത് വെക്കുക, നിങ്ങൾ ആദ്യത്തെ ദിവസം പഠിച്ചല്ലോ, ആദ്യത്തെ ദിവസം പഠിച്ച ഏരിയകൾ തന്നെ രണ്ടാമത്തെ ദിവസം എന്ത് ചെയ്യുക? പഠിക്കാൻ ഇരിക്കുമ്പോഴത്തേക്കിന് എന്ത് ചെയ്യുക? റിവൈസ് ചെയ്യുക.
റിവൈസ് ചെയ്യുക. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് ഏറ്റവും നല്ലപോലെ അറിയാവുന്ന ഏരിയ ആണ് നിങ്ങൾ എന്ത് ചെയ്തത് ആദ്യത്തെ ദിവസം പഠിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമത്തെ ദിവസം എന്ത് ചെയ്യരുത്, അത് പഠിക്കാതിരിക്കരുത്. ഒന്ന് എന്താണ് റഫായിട്ടാണെങ്കിലും അത് എന്ത് ചെയ്യുക, ഒന്ന് ബ്രഷപ്പ് ചെയ്തോണം. നല്ലപോലെ വായിച്ച് തീർത്തതിന് ശേഷം ഒരു ആദ്യത്തെ ദിവസം നിങ്ങൾ ഒരു അരമണിക്കൂർ എടുത്ത് പഠിച്ച സാധനം രണ്ടാമത്തെ ദിവസം നിങ്ങൾക്ക് വായിക്കാനായിട്ട് 10 മിനിറ്റ് മതിയായിരിക്കും. ആ 10 മിനിറ്റ് എന്ത് ചെയ്യുക, അതിന് വേണ്ടി കളയണം. 10 മിനിറ്റ് അത് വായിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, പുതിയ ഏരിയ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ പുതിയ ഏരിയ പഠിക്കുമ്പോൾ എന്ത് സംഭവിക്കും, നിങ്ങൾക്ക് ആദ്യത്തതും രണ്ടാമത്തതും കൂടി ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ടൈം കൂടും. നേരത്തെ നിങ്ങൾ അരമണിക്കൂറായിരുന്നെങ്കിൽ ഇപ്പോൾ അതൊരു 45 മിനിറ്റിലേക്കെങ്കിലും മാറും. ഇത് സംഭവിക്കും, സംഭവിച്ച് തന്നെ പോകും. ഉറപ്പുള്ള കാര്യമാണ്, സംഭവിച്ച് തന്നെ പോകും. അതായത് നമ്മൾ ഗ്രാജ്വലി നമ്മളുടെ ടൈം കൂടും. ടൈം കൂട്ടുന്നതിലല്ല കാര്യം, നമ്മൾ എഫക്റ്റീവായിട്ട് പോകുന്നതിലാണ് കാര്യം. അപ്പോൾ ഇങ്ങനെ പോകുന്ന ആളുകൾ എന്തായി മാറും, എഫക്റ്റീവ് ആകും. ഇത് മൂന്നാമത്തെ ദിവസം ആകുമ്പോഴത്തേക്കിന് പയ്യെ പയ്യെ എന്ത് ചെയ്യും, കൂടും. അതായത് ആ ഒരു 3-4 ദിവസം അല്ലെ 5 ദിവസം ആകുമ്പോൾ നിങ്ങളുടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നിങ്ങൾ പഠിച്ചിരിക്കുന്ന ആ ഒരു ടോപ്പിക് എന്ത് ചെയ്യും, തീരും. ഓക്കെ ആണല്ലോ. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ടോപ്പിക്ക് തീർക്കാനായിട്ട് പറ്റും. ഇത് എപ്പോഴും എങ്ങനെയായിരിക്കണം, തലേ ദിവസം പഠിച്ചതും അതിന് മുമ്പത്തെ ദിവസം പഠിച്ചതും ഒന്ന് റിവൈസ് ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ, പുതിയ ടോപ്പിക്കുകൾ പഠിക്കാവുള്ളൂ. അപ്പോൾ നമ്മൾ 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ സിലബസ് ഡൗൺലോഡ് ചെയ്ത് ആദ്യം നിങ്ങളുടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏരിയ ഏതാണെന്ന് കണ്ടെത്തുകയും അത് പഠിച്ചു തുടങ്ങുകയും ചെയ്യുക. രണ്ടാമതായിട്ട് ഈ പഠിച്ച സാധനത്തിന് തന്നെ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചതിന് ശേഷമേ നിങ്ങൾ എന്ത് ചെയ്യാവുള്ളൂ, പുതിയത് പഠിക്കാവുള്ളൂ. പഠിക്കുമ്പം ചെറിയ ഷോർട്ട് നോട്ടുകളായിട്ട് എഴുതി വെക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ സ്റ്റിക്കി നോട്ടുകൾ ഉണ്ടെങ്കിൽ സ്റ്റിക്കി നോട്ടിൽ മെയിൻ പോയിന്റുകളൊക്കെ എഴുതി എന്ത് ചെയ്യുക, നിങ്ങൾ എപ്പോഴും കാണുന്ന സ്ഥലത്ത് ഒട്ടിച്ച് വെച്ച് അത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വായിക്കാനായിട്ട് ശ്രമിക്കണം. ഇയറുകളൊക്കെ അത് നമുക്ക് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇയറുകൾ ഇപ്പോൾ സെബിയുടെ എസ്റ്റാബ്ലിഷ് ചെയ്ത ഡേറ്റ്, അതുപോലെ RBIയുടെ അങ്ങനെയൊക്കെ കുറേ ഡേറ്റ്സുകൾ നമുക്ക് വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഡേറ്റ്സുകളൊക്കെ എന്ത് ചെയ്യുക, എഴുതി വെച്ച് കഴിഞ്ഞാൽ സ്റ്റിക്കി നോട്ടുകൾ യൂസ് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യുക, കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുക. കൺസിസ്റ്റൻസി എന്ത് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക എല്ലാ ദിവസവും. അത് എന്ത് സാഹചര്യമായിട്ട്, നിങ്ങൾ ഫാമിലി ഉള്ള ആളുകളായിരിക്കും, കുട്ടികളുള്ള ആളുകളായിരിക്കും, അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കും, ജനറൽ PSCക്ക് പഠിക്കുന്ന ആളുകളായിരിക്കും, എന്തും ആയിക്കോട്ടെ, എല്ലാ സാഹചര്യങ്ങളും, പ്രതികൂലമായ എല്ലാ സാഹചര്യങ്ങളെയും അനുകൂലമാക്കി മാറ്റി നിങ്ങൾ എന്ത് ചെയ്യുക, കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്ത് പഠിക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കവർ ചെയ്ത് പോകാനായിട്ട് പറ്റും. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞു, ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുന്ന പറഞ്ഞു, ഏരിയ സെലക്ട് ചെയ്തു, ദെൻ നിങ്ങൾ എന്ത് ചെയ്തു, ആ ഏരിയ പഠിച്ചു തുടങ്ങി. അടുത്ത ദിവസം വീണ്ടും അത് റിവൈസ് ചെയ്തതിന് ശേഷം പുതിയ ഏരിയയിലേക്ക് പോയി. അങ്ങനെ നിങ്ങൾ മൊഡ്യൂളുകൾ മാറി പോകാൻ തുടങ്ങി. നിങ്ങൾക്ക് ആദ്യത്തെ ആ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പഠനം അതേ രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഈ റിവൈസ് ചെയ്ത് പഠിച്ചു പോകുമ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പാടുള്ള ഏരിയാസും എല്ലാം പഠിക്കാനായിട്ട് പറ്റും. മാക്സിമം ടെസ്റ്റുകൾ കളക്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. PDF ഇപ്പം നമുക്ക് എന്താണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയൊക്കെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാം നെറ്റിൽ അവൈലബിൾ ആണ്. അവരുടെ ടെക്സ്റ്റുകളെല്ലാം തന്നെ നെറ്റിൽ അവൈലബിൾ ആണ്. അപ്പം നമുക്ക് എന്താണ് PDF ആയിട്ട് തന്നെ അത് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അത് വെച്ച് നമുക്ക് റെഫർ ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരു മൊഡ്യൂൾ തീർന്നു എന്ന് വിചാരിക്കുക. ഒരു മൊഡ്യൂൾ പഠിച്ച് തീർന്നു കഴിഞ്ഞാൽ ആ മൊഡ്യൂളിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുകളും എന്ത് ചെയ്യണം, വർക്കൗട്ട് ചെയ്യണം. എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുകൾ വർക്കൗട്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഈ എന്താണ് അക്കൗണ്ടന്റ് എക്സാമിന് മാത്രം വന്നത് എടുക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു സിലബസ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓഡിറ്റിംഗ് ഏതെല്ലാം എക്സാമുകൾ കൊണ്ടോ, PSC നടത്തിയ എല്ലാ എക്സാമുകളും അല്ലെ കേന്ദ്ര ഗവൺമെന്റിന്റെ എക്സാമുകളുണ്ട്, അങ്ങനെയുള്ളതിനകത്തൊക്കെ ഓഡിറ്റിംഗ് വന്നിട്ടുണ്ട്. അങ്ങനെയുള്ളതെല്ലാം കളക്ട് ചെയ്ത് വർക്കൗട്ട് ചെയ്യാനാണ്. വരാൻ സാധ്യതയുള്ള MCQs വർക്കൗട്ട് ചെയ്യണം. നമുക്കറിയാം PSCയെ സംബന്ധിച്ചിടത്തോളം ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, പാറ്റേൺ എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നമ്മൾ നേരത്തെയൊക്കെ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയി, അസേർഷൻ റീസണുകൾ കയറാൻ തുടങ്ങി, കോസ് ആൻഡ് എഫക്റ്റ് രീതിയിലുള്ള ക്വസ്റ്റ്യനുകൾ വരാൻ തുടങ്ങി. ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ആ സ്റ്റേറ്റ്മെന്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനുകൾ വരാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ ഈ മാറ്റങ്ങൾ അറിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യനുകൾ വർക്കൗട്ട് ചെയ്യണം. അതിന് നിങ്ങൾക്ക് ഒരുപാട് നടക്കുന്ന ഇപ്പോൾ റീസെന്റ് ആയിട്ട് നടക്കുന്ന എക്സാമുകളൊക്കെ നിങ്ങൾക്ക് റെഫർ ചെയ്യാം. സെറ്റ് എക്സാം റെഫർ ചെയ്യാം, നെറ്റിന്റെ എക്സാം റെഫർ ചെയ്യാം. എന്ത് ചെയ്യുക, പോവുക, ആദ്യം എന്ത് ചെയ്യുക, സെലക്ട് ചെയ്ത് അത് പഠിച്ചു തുടങ്ങുക, വീണ്ടും റിവൈസ് ചെയ്ത് പഠിക്കുക. മൊഡ്യൂൾ തീർന്നു കഴിയുമ്പോൾ മാക്സിമം MCQs വർക്കൗട്ട് ചെയ്യുക. MCQs വർക്കൗട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്തോണം, എവിടെ നിന്നെല്ലാം കിട്ടുന്നുണ്ടോ, അതായത് തൊട്ട് പ്രീവിയസ് ഇയറിലെ മാത്രം എടുക്കുക എന്നുള്ളതല്ല നമ്മൾ ചെയ്യേണ്ടത്. അത് റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിക്കണം. കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം. കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ച് പോയി കഴിഞ്ഞാലേ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ പഠിച്ചു വരുമ്പോൾ, നാലാമത്തെ കാര്യമാണ്, ഇങ്ങനെ പഠിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് എന്ത്
മനസ്സിലാക്കാനായിട്ട് പറ്റും ഏത് ഏരിയയിൽ നിന്നാണ് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇപ്പം നമുക്ക് അക്കൗണ്ടിങ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അക്കൗണ്ടിങ്ങിനകത്ത് പാർട്ണർഷിപ്പ് എന്ന് പറയുന്ന ഏരിയയൊക്കെ തന്നിട്ടുണ്ട്. പാർട്ണർഷിപ്പ് വന്നിട്ടുണ്ട്, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിന്നൊക്കെ ക്വസ്റ്റ്യനുകൾ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഏത് ഏരിയയാണ് കൂടുതലായിട്ടും PSC ചോദിച്ചിട്ടുള്ള ഏരിയ ഏതാണെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെയുള്ള ഏരിയാസിൽ ഇൻഡെപ്ത് ആയിട്ട് പഠിക്കണം. ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യന് 4 ഓപ്ഷൻ ഉണ്ടായിരിക്കും. ആ 4 ഓപ്ഷനുകളും നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ശ്രമിക്കണം? പഠിക്കാനായിട്ട് ശ്രമിക്കണം. 4 ഓപ്ഷനുകളും പഠിക്കണം. അപ്പം ഇനി വരാൻ പോകുന്ന ക്വസ്റ്റ്യനകത്ത് ഈ ഒരു ഓപ്ഷനെ ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കും വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. 4 ടിപ്പുകൾ നമ്മൾ പറഞ്ഞു, 4 എണ്ണം പറഞ്ഞു അല്ലേ. അതായത് കോർ ഏരിയ മനസ്സിലാക്കി അതിനകത്ത് ഇൻഡെപ്ത് ആയിട്ട് വേണം. ഇനി 5ാമത്തെ ടിപ്പാണ് കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് വേണം അല്ലേ. നമുക്ക് പ്രോപ്പറായിട്ട് ഈ കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റണം. അവിടെയാണ് നിങ്ങൾക്ക് CCയുടെ പ്രാധാന്യമുള്ളത്. CCയിലുള്ള എല്ലാ അധ്യാപകരും കൃത്യമായി നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരും. നിങ്ങൾക്ക് ടെക്സ്റ്റുകൾ കളക്ട് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. CCയിൽ നിന്ന് തരുന്ന എല്ലാ മെറ്റീരിയലുകളും കേരള യൂണിവേഴ്സിറ്റിയുടെയും MG യൂണിവേഴ്സിറ്റിയുടെയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും ഒക്കെ ടെക്സ്റ്റുകൾ റെഫർ ചെയ്ത് തയ്യാറാക്കിയിട്ടുള്ള മെറ്റീരിയലുകളാണ്. അതാണ് ഞാൻ പറഞ്ഞത്, CC എന്ന് പറയുന്നത് കംപ്ലീറ്റ് പാക്കേജ് ആണ്. ഈ ഒരു എക്സാം എടുക്കാനായിട്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നൽകിക്കൊണ്ടാണ് CCയുടെ തയ്യാറായിട്ടിരിക്കുന്നത്. അതായത് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുകൾ കളക്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പാടാണെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. CCയിലെ സ്റ്റുഡൻ്റ് ആണോ നിങ്ങൾക്ക്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുകൾ കൃത്യമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തിയിരിക്കും. കൃത്യമായി ലൈവ് ക്ലാസ്സുകൾ വെച്ചുകൊണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കും. നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായി ക്ലിയർ ചെയ്തിരിക്കും. അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രീവിയസ് ഇയറിലുള്ള അക്കൗണ്ടന്റ് എക്സാമിന്റെ മാത്രമല്ല, ഓഡിറ്റിംഗ് എന്നുള്ള ഒരു സബ്ജക്റ്റ് ആണ് നമ്മൾ പ്രീവിയസ് ഇയർ ഡിസ്കസ് ചെയ്യുന്നതെങ്കിൽ ഓഡിറ്റിംഗ് എന്നുള്ള സിലബസ് വന്നിട്ടുള്ള എല്ലാ എക്സാമിനകത്തും, അതായത് നമ്മളുടെ ഇപ്പോഴത്തെ ഈ ഒരു ജൂനിയർ അക്കൗണ്ടന്റിന്റെ സിലബസിനകത്ത് ഓഡിറ്റിംഗ് ഉള്ള ആ ഏരിയകളുണ്ടോ, ആ ഏരിയകൾ മറ്റേതെല്ലാം എക്സാമിനുണ്ടോ അതിനൊക്കെ വന്നിരിക്കുന്ന ക്വസ്റ്റ്യനുകൾ നമ്മളെടുത്ത് ഡിസ്കസ് ചെയ്താണ് പോകുന്നത്. അങ്ങനെയായിരുന്നു നമ്മളുടെ CCയുടെ ഒരു പഠന രീതി. അങ്ങനെ തന്നെയാണ് നമ്മളുടെ HSST കോമേഴ്സിനൊക്കെ നമ്മളുടെ അടുത്ത് പ്രിപ്പയർ ചെയ്ത കുട്ടികൾ പറയാറുണ്ട്, സാറ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത അതേ ക്വസ്റ്റ്യൻ ഞങ്ങൾക്ക് എക്സാമിന് വന്നു. അതുകൊണ്ട് തന്നെ CCക്ക് റിസൾട്ട് വളരെ കൂടുതലാണ് HSST എക്സാമുകൾക്കൊക്കെ സംബന്ധിച്ചിടത്തോളം. ഇപ്പം നമുക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡും അതുപോലെ തന്നെ ഇന്റർവ്യൂ ഒക്കെ നടക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾ ഇന്റർവ്യൂ ബാച്ചിലൊക്കെ കുട്ടികൾ പറയാറുണ്ട്, സാറേ നമുക്ക് ഇത്രയും മാർക്ക് മറ്റു പലരുമായിട്ട് വ്യത്യാസം വന്നേക്കുന്നത് നമ്മൾ ഈ രീതിയിൽ പഠിച്ചതുകൊണ്ടാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, കൃത്യമായി ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് നേടിയെടുക്കാനായിട്ട് പറ്റും. CCയെ സംബന്ധിച്ചിടത്തോളം ഈ അധ്യാപകരെല്ലാം തന്നെ ക്വാളിഫൈഡ് ആയിട്ടുള്ള അധ്യാപകരാണ്. കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ആ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നിങ്ങൾ പല ടെൻഷനിലുള്ള ആളുകളുണ്ട്, നിങ്ങൾക്ക് മെന്റർഷിപ്പ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. നമ്മളുടെ പ്രശാന്ത് സാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കൃത്യമായിട്ട് ഓരോ കുട്ടികളുടെയും എന്താണ് അവരുടെ പ്രോബ്ലം എന്നുള്ള കാര്യം അന്വേഷിച്ച്, അവരുടെ ഡ്രോബാക്ക് എന്താണെന്ന് അന്വേഷിച്ച് അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട്, അവർക്ക് ആ ഒരു പ്രശ്നത്തിൽ നിന്ന് പരിഹാരം കണ്ടെത്തി അവർക്ക് കൃത്യമായി പഠനത്തിലേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ മോട്ടിവേഷനും കൊടുത്താണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ CC കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളിപ്പോൾ ഒരു 5 വർഷമായിട്ട് ഗ്യാപ്പ് വന്നേക്കുവാണ് സബ്ജക്റ്റിൽ നിന്ന്, ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ബേസിക് ലെവൽ തൊട്ടുള്ള ക്ലാസ്സുകൾ CC എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ട് ഏത് സമയവും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്കുള്ള ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ കൃത്യമായി പറഞ്ഞു തരാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ 5 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി പഠിക്കാനായിട്ട് തയ്യാറാണ് എങ്കിൽ, കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് പോകാൻ തയ്യാറാണ് എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു എക്സാം നേടിയെടുക്കാനായിട്ട് പറ്റും. CCയെ സംബന്ധിച്ചിടത്തോളം CCയുടെ 2ാമത്തെ ബാച്ച് ഉടൻ തുടങ്ങുകയാണ്. നമ്മുടെ ആദ്യത്തെ ബാച്ച് നല്ല രീതിയിൽ റൺ ചെയ്തു കൊണ്ടിരിക്കുകയാണ്. സെക്കൻഡ് ബാച്ച് നമ്മൾ ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ സെക്കൻഡ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ പെട്ടെന്ന് തന്നെ നമ്മളുടെ ഈ ഒരു കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. 8921440580 എന്ന് പറയുന്ന ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ജൂനിയർ അക്കൗണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞ് നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. PDF മെറ്റീരിയൽസും മോക്ക് ടെസ്റ്റുകളും അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷനും ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ടൈം കളയരുത്. നമ്മളുടെ മുന്നിൽ ഒരുപാട് ടൈം ഉണ്ട് എന്ന് ഓർത്തിരിക്കരുത്. നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ആ ഒരു എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ കൗണ്ട് ഡൗൺ തുടങ്ങി. അന്നേരം തൊട്ട് നമ്മൾ എന്ത് ചെയ്തോണം, കൃത്യമായിട്ട് പഠിക്കുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക. റിസൾട്ട് നിങ്ങൾക്കുണ്ടാകും. CC നിങ്ങളോടൊപ്പം ഉണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ വിഷ്ണു അശോക്. താങ്ക് യു.